ഈ നോളജ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇൻകം ആക്കാൻ പറ്റും. അതും നമ്മൾ ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യമാണ്. എക്സാമ്പിൾ പറയാം. ഇപ്പൊ നേഴ്സസ് ഉണ്ടാവാം, അത് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളോ ആയിക്കോട്ടെ. നേഴ്സസിന് അവരുടെ ഫർദർ കരിയർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അവർക്ക് എഡ്യൂക്കേറ്റർ ആവാം, അവർക്ക് മാനേജ്മെന്റ് പൊസിഷൻസിലേക്ക് മാറാം. ഇതെല്ലാം നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാണ്. ടീച്ചേഴ്സ് ഉണ്ടാവാം, നമ്മുടെ ഇതിൽ ടീച്ചേഴ്സ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ട്യൂട്ടറിങ് നടത്താം ഓൺലൈൻ. ഇതെല്ലാം നമ്മൾ ബേൺ ഔട്ട് ആവാതെ ചെയ്യാം. അതിനാണ് നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളും ഉപയോഗിക്കേണ്ടത്. കുക്കിംഗ്, ഒരുപാട് പേര് കുക്കിംഗ് എക്സലന്റ് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിന് പ്രൊഫഷണലി കുക്ക് ആയിരിക്കാം. ഇതല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർ, വീട്ടിൽ തന്നെ കുക്ക് ചെയ്യേണ്ടവരുണ്ടാവാം. ടൈം ഉണ്ടാവും, കുക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവും. പക്ഷെ ഇതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഇൻകം ആയിട്ടും ടേൺ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനും അതിന്റെ രീതികളുണ്ട്, വിത്തൗട്ട് കോസ്റ്റിംഗ് എനിത്തിങ്. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മോട്ടിവേഷനിൽ തുടങ്ങും, എക്സലന്റ് ഫീഡ്ബാക്ക് കിട്ടും, ആൾക്കാർക്ക് ഇനിയും വേണം. പക്ഷെ അവർ മോട്ടിവേഷൻ ടിപ്പായി അവർ ചെയ്യാനുള്ള 2 ആഴ്ച ചെയ്ത് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര്. ചിലവർ മോട്ടിവേഷനിൽ പമ്പ് ചെയ്ത് പോകുന്നുണ്ട്, കൺസിസ്റ്റന്റ്ലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഇടിച്ചു നിൽക്കും. കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബേൺ ചെയ്ത് വേറെ കോസ്റ്റുകൾ വരുന്നുണ്ട് അതിനകത്ത്, അത് മനസ്സിലാക്കാതെ പോണത്. അപ്പോൾ അതും ഞാൻ കാണുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരെ. അപ്പൊ ഏത് സ്റ്റേജിലാണോ നമ്മൾ ഇത് മനസ്സിലാക്കി ബേൺ ഔട്ട് അത് ചെയ്യാൻ പഠിക്കുന്നത്, ആ സ്റ്റേജിൽ ഇത് അമേസിങ് റിസൾട്ട്സ് വരും. നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും. ലാംഗ്വേജ്, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കും, നമുക്ക് ലാംഗ്വേജ് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ പിള്ളേർക്കൊന്നും, ഇപ്പൊ എന്റെ പിള്ളേര് മലയാളം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ വീട്ടിൽ മലയാളമേ പറയുള്ളായിരുന്നു. ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 5 വയസ്സായി. ഇപ്പൊ മൂത്ത ആള് ഇംഗ്ലീഷേ പറയുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പ്രഷർ ചെയ്താളൂ. അവൻ പഠിക്കണം. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ പറയാണ്, മലയാളമൊക്കെ പറ, നമുക്ക് ഗ്രാൻഡ് പാരന്റ്സിനോടൊക്കെ പറയണ്ടേ. അപ്പൊ ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ നാച്ചുറലി പോകണേ, സ്കൂളിൽ ആരും പറയാനുള്ള. ഞാൻ പറഞ്ഞു സ്കൂളിൽ പറയില്ല. ഞാൻ എക്സാമ്പിൾ കൊടുക്കാണ്. നിന്റെ ഫ്രണ്ട് ഇല്ലേ, ഫിജി എന്നുള്ള ആളുണ്ട്, അവൻ എന്താ പറയണേ, അവൻ ഇന്നതാണ്. അപ്പൊ അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് സംസാരിക്കുന്ന അവൻ പറയണേ, അപ്പൊ നീ മലയാളം പഠിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഇവിടെ ഇപ്പൊ എനിക്കുണ്ടോന്ന് അറിയില്ല, നമ്മുടെ കിഡ്സിനെ മലയാളം പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, മലയാളി കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, മലയാളം പഠിപ്പിക്കാനുള്ള സ്കില്ലുള്ള എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കണ്ടോ? ഇതുപോലെ തന്നെ മലയാളം കംഫർട്ടബിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരെ വിടാൻ താല്പര്യമുള്ള ഇഷ്ടംപോലെ പേരുണ്ടാവും. എത്ര ആളിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്? മോട്ടിവേഷൻ ഉണ്ടാവും, ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, ഐഡിയ ഉണ്ടാവും. പക്ഷെ ഇതിനെ ആക്ഷൻ ആക്കാൻ പറ്റണം. ആക്ഷൻ വിൻസ്. പിന്നെ നമ്മളുടെ ഈ സ്ട്രക്ചറുകളും കാര്യങ്ങളും ഉപയോഗിച്ച് ഇതൊരു സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിലുള്ള സ്കിൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്.